കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു. അവിടേക്ക് പകരമെത്തുന്നത് സണ്ണി ജോസഫ്. കെ സുധാകരൻ എന്ന രാഷ്ട്രീയ നേതാവിനുണ്ടായിരുന്ന പാർട്ടിക്കുള്ളിലെ പിന്തുണ അത് തന്നെയാണ് കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു എന്നറിഞ്ഞപ്പോൾ കണ്ണൂരും കോട്ടയവും അങ്ങനെ കേരളത്തിലെ 14 ജില്ലകളിലെ വിവിധ ഇടങ്ങളിലായി കെ സുധാകരൻ തന്നെ തുടരണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിലെ പല അണികളും പ്രാദേശിക നേതാക്കന്മാരും ഫ്ലെക്സുകൾ ഉയർത്തിയതും പ്രതിഷേധം അറിയിച്ചതും അവിടെ പകരക്കാരനായ ആന്റോ ആന്റണിയും ബെന്നി ബെഹന്നാനും അടൂർ പ്രകാശും ഒക്കെ എത്തുമെന്ന് പറഞ്ഞപ്പോഴും ഉയരാതിരുന്ന ശാന്തമായിരുന്ന ഒരു പേരായിരുന്നു സണ്ണി ജോസഫിൻ്റേത്. പിന്നീട് ഒരൊറ്റ രാത്രി കൊണ്ട് AICCയും KPCCയും ഒക്കെ ഒരു തീരുമാനമെടുക്കുന്നു. കണ്ണൂരുകാരനായ ആ MLA സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരാമെന്ന തീരുമാനം. അങ്ങനെ സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ പോലും കോൺഗ്രസിന് ഒരു കാര്യം ഉറപ്പാണ്: കെ സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നതുപോലെയുള്ളൊരു തരംഗമോ ഓളമോ ഉണ്ടാകുകയില്ല. കാരണം അത്ര സുപരിചിതനല്ല സണ്ണി ജോസഫ് സാധാരണക്കാരായ പ്രവർത്തകർക്ക്. അദ്ദേഹം ചടുലമാർന്ന പ്രസംഗങ്ങൾ കൊണ്ട് കോരിത്തെരിപ്പിക്കുന്ന ഒരു നേതാവല്ല. ഏത് കാര്യത്തിനും ഏത് രാത്രിയിലും ഇറങ്ങിച്ചെന്ന തൻ്റെ ഇടത്തോടെ അങ്ങനെ ആരുടെ മുഖത്തു നോക്കിയും തിരിച്ചടി നൽകുന്നത് പോലെ മറുപടി പറയുന്ന ഒരു നേതാവല്ല. അതുകൊണ്ട് തന്നെ സണ്ണി ജോസഫിന് കെ സുധാകരന് ലഭിച്ചതുപോലെ ഒരു പിന്തുണ ലഭിക്കുമോ എന്ന സംശയം കോൺഗ്രസിന് കാര്യമായ രീതിയിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പിനെയും മുൻകൂട്ടി കണ്ടുകൊണ്ട് KPCCയും AICCയും ഒക്കെ ഒറ്റക്കെട്ടായ ഒരു തീരുമാനമെടുത്ത വർക്കിംഗ് പ്രസിഡന്റുമാരായി 2 ചുറുചുറുക്കുള്ള യുവ നേതാക്കന്മാരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. AP അനിൽകുമാറും ഷാഫി പറമ്പിലും PC വിഷ്ണുനാഥും ഒപ്പം UDF കൺവീനറായി അടൂർ പ്രകാശും കൂടി എത്തുമ്പോൾ സ്വാഭാവികമായും KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന സണ്ണി ജോസഫിനേക്കാൾ വലിയൊരു മുഖം KPCCയുടെ നേതൃനിരയിലിരിക്കുന്ന ഈ നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഒരുമിച്ച് ലഭിക്കുമെന്ന ധാരണയുടെ പുറത്തു തന്നെയാണ് കെ സുധാകരനെ മാറ്റി അവിടെ സണ്ണി ജോസഫിനെ കൊണ്ടുവന്നപ്പോഴും വലിയ ആശങ്കയൊന്നും AICCയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർക്കോ ഇല്ലാതെ ഇരുന്നത്. ഇനി സണ്ണി ജോസഫിനെ കൊണ്ടുവന്നത് കൊണ്ടുള്ള ചില നീക്കങ്ങൾ എന്തെന്നാൽ, ഈ അടുത്തയിടെയായി BJPയിലേക്ക് ക്രൈസ്തവ വോട്ടുകൾ ഒഴുകിപ്പോകുന്നത് കോൺഗ്രസ് കണ്ണുകൊണ്ട് കണ്ട് ബോധ്യപ്പെട്ടതും വോട്ടിൻ്റെ എണ്ണങ്ങൾ പരിശോധിക്കുമ്പോൾ പൊള്ളലോടെ ഓർത്തതും തന്നെയാണ്. അതുകൊണ്ട് ക്രൈസ്തവ വോട്ടുകളെ ചേർത്ത് നിർത്തുവാൻ വേണ്ടി കൂടിയാണ് സണ്ണി ജോസഫിനെ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്നും സണ്ണി ജോസഫിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു വലിയ പടയായിരിക്കും ഇനി കോൺഗ്രസിനെ നയിക്കുവാൻ പോകുന്നത് എന്ന തന്ത്രപരമായ നീക്കത്തിൻ്റെ ഭാഗമായി കൂടിയാണ് സണ്ണി ജോസഫിനെ മുൻപിൽ നിർത്തി ഷാഫി പറമ്പിലിനെയും PC വിഷ്ണുനാഥിനെയും അടൂർ പ്രകാശിനെയും AP അനിൽകുമാറിനെയും കളത്തിലിറക്കി 2025ലെയും 2026ലെയും തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കുവാൻ കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. ഈ നേതൃനിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഒരു കാലത്തോ അല്ലെങ്കിൽ ഇപ്പോഴും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ മുഖമൊന്ന് ആലോചിക്കുമ്പോൾ ആദ്യം ഹൃദയത്തിലേക്ക് ഓടിയെത്തുന്നത് ഉമ്മൻചാണ്ടിയുടെ മുഖമാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രധാന ശിഷ്യന്മാരിൽ 2 പേർ ഈ KPCCയുടെ പ്രധാന നേതൃനിരയിൽ ഉണ്ട് എന്നുള്ളതും പ്രത്യേകത തന്നെയാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡ് കേരളത്തിലെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും പ്രഖ്യാപിക്കുമ്പോൾ സണ്ണി ജോസഫ് KPCC അധ്യക്ഷനായപ്പോൾ PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ, ഷാഫി പറമ്പിൽ എന്നിവരെ വർക്കിംഗ് പ്രസിഡന്റായും തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അത് പാർട്ടി അണികൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്നു. PC വിഷ്ണുനാഥും ഷാഫി പറമ്പിലും വർക്കിംഗ് പ്രസിഡന്റുമാരായി തെരഞ്ഞെടുത്തപ്പോൾ കോൺഗ്രസിനകത്തൊരു തലമുറ മാറ്റം കൂടിയാണ് നടക്കുന്നത് എന്ന് വ്യക്തമായി. കോൺഗ്രസിൻ്റെ ജനകീയ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഉമ്മൻചാണ്ടി കണ്ടെടുത്ത് വളർത്തിയെടുത്ത നേതാക്കളാണ് ഇരുവരും എന്ന പ്രത്യേകതയും ഇരുവർക്കും ഉണ്ട് എന്നതും പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. PC വിഷ്ണുനാഥ് KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ഹൈബീഡൻ പ്രസിഡന്റായി. അതിനുശേഷം പ്രസിഡന്റായി ഷാഫി പറമ്പിലെത്തി. അതേപോലെ തന്നെ വിഷ്ണുനാഥ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ DN കുര്യാക്കോസ് അധ്യക്ഷനായി. ശേഷം ഷാഫി എത്തി. ഈ സ്ഥാനങ്ങളിലേക്കെല്ലാം ഇരുവരും എത്തിയത് ഉമ്മൻചാണ്ടിയുടെ ആശീർവാദത്തോടെയായിരുന്നു. ഇരുവരുടെയും രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഉമ്മൻചാണ്ടി ശൈലി കാണാമായിരുന്നു. ഓരോ ഘട്ടങ്ങളിലും ഇരുവരും ഉമ്മൻചാണ്ടിയെ സ്മരിക്കാറുമുണ്ട്. ഷാഫി ഓരോ നേതൃപദവിയിലിരിക്കുമ്പോഴും വിഷ്ണുചേട്ടൻ എന്ന KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വിളിക്കുന്ന വിഷ്ണുനാഥ് ഉപദേശവും സഹായവുമായി ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ഇരുവരും ഒരേ പദവിയിലേക്ക് ഒപ്പമെത്തുന്നത് ഇതാദ്യമായാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രിയെ ഉണ്ടാക്കാൻ ഇരുവരുടെയും പ്രവർത്തനങ്ങൾക്ക് കഴിയുമെന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ കരുതുന്നത്. ഈ ഉമ്മൻചാണ്ടി ശിഷ്യർക്ക് അതിന് കഴിയുമോ എന്ന കാലമാണ് പറയേണ്ടത്. ഇനി അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഉമ്മൻചാണ്ടിയുടെ കൈപിടിച്ച് രാഷ്ട്രീയ പടവുകൾ ഓരോന്നും കയറി അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിയ ഷാഫി പറമ്പിലും
PC വിഷ്ണുനാഥും വർക്കിംഗ് പ്രസിഡന്റുമാരായ KPCC അധ്യക്ഷനായ സണ്ണി ജോസഫിനോടൊപ്പം നിൽക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ മാറ്റൊലിയായി കോൺഗ്രസിന് മാറാൻ സാധിക്കുമെന്ന കണക്കുകൂട്ടൽ കൂടി കോൺഗ്രസ് നേതൃനിരയ്ക്കുണ്ട്.